അടിപൊളി. നീ മോഡലിംഗ് തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ഓ, സർപ്രൈസ് ആയിരിക്കും അല്ലേ? സത്യം പറ, എത്ര രൂപ കിട്ടി? ദേ, ഞാൻ വല്ല പറഞ്ഞോണ്ടല്ലോ. സത്യമായിട്ട് എനിക്കിത് അറിയില്ല. പിന്നെ നീ അറിയാണ്ടാണോ നിന്റെ പടം ഇതുപോലെ തന്നെ വരച്ചു വെക്കണേ? എടി, ഞാൻ കള്ളം പറഞ്ഞതല്ല. എന്നാലും അങ്ങനെയാണോ കാര്യങ്ങള്? എന്നാലേ ഇത് വെറുതെ വിട്ടെടുത്തൂടാ. നീ നമ്പർ ഒന്ന് വായിക്കേ. എന്റെ പൊന്നു പെങ്ങളെ, മനസ്സാവാദ ഞാനത് അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ കറക്റ്റ് ആയിട്ട് ഇവളുടെ പടം തന്നെ വരച്ചു വെച്ചത്? പരസ്യം കാണിച്ചാലേ കടയിൽ ആളുകൾ വരുവോളെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോ ഞാനാ ആ ഫൈൻ ആർട്സ് പിള്ളേരോട് പടം വരയ്ക്കാൻ പറഞ്ഞത്. നയൻതാരയുടെ പടം വരയ്ക്കാൻ. അപ്പൊ അവര് പറയാ അവരുടെ അനുവാദം ഇല്ലാതെ പടം വരച്ചു കഴിഞ്ഞാൽ അവർ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആകെപ്പാട് വിഷമിച്ചിരുന്നപ്പോ ഫോൺ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഉഗ്രനോട് കിൾക്കാച്ചി പെണ്ണ് ഫോട്ടോ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ പെണ്ണ് കൊള്ളാവെന്ന് ചോദിച്ചു. ഞാൻ നോക്കിട്ട് നല്ല പെണ്ണ്, അവന്റെ ഭാവനയെ വരച്ചതാന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു പെണ്ണ് ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ ഈ നിൽക്കുന്ന ആരടോ? അട്ടോ അതാ എനിക്ക് മനസ്സിലാവാ. പെങ്ങള് മോഡലാ? ചാരു, ഇവനൊക്കെ പിന്നെ കാണാം. ആദ്യം ഫൈൻ ആർട്സ് കോളേജ് വാ. പെങ്ങളെ, കേസാക്കല്ലേ? ഓ, ഇത് കേസാവും. എങ്ങനെയുണ്ട് ഇതിലേടാ? ഇഷ്ടപ്പെട്ടോ? താങ്ക് യു ഡാ, താങ്ക് യു. താങ്ക്സ് ഡാ, താങ്ക്സ്. നീ ക്യാൻറ്റീനിലോട്ട് പോലെ നമുക്ക് അവിടെ വെച്ചാണോ? ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ? എവിടുന്ന് എന്റെ ഫോട്ടോ കിട്ടിയേ? അല്ല, എന്റെ അനുവാദമില്ലാതെ എന്റെ പടം വരയ്ക്കാൻ തന്നോട് ആരാ പറഞ്ഞത്? അന്നേരം ഒരു മുഖം വേണം തോന്നിയപ്പോ മനസ്സിൽ വന്നൊരു മുഖം വരച്ചോന്നേ ഉള്ളൂ. അത് താനാകുമെന്ന് സത്യത്തിൽ ഞാൻ കരുതിയില്ല. എന്നാലും ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഞാൻ വരച്ചതിനേക്കാൾ കൊള്ളാട്ടോ തന്നെ കാണാൻ. ചാരു, ഇവൻ പറയണ മൊത്തം ഡൈപ്പാ. നമുക്കേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. അയ്യോ, ഞാൻ പറഞ്ഞ സത്യമാ. ഞാൻ അറിയാതെ തന്നെ വരച്ചതാ. സോറി. ഞാൻ തന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഞാനൊന്നും പറയണ്ട. ചാരു വാ, പോലീസിനോട്. നിക്ക് ഒരു മിനിറ്റ് പ്ലീസ്. ഇയാൾ ഈ മുഖം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. താനോ? നീ കൊച്ചിനെ മുന്നേ കണ്ടിട്ടുണ്ടോ? എടി, ഇത് ഞാനാ. ഇവളുടെ ചേർത്തല മുഖം ഇവനെങ്ങനെ അറിയാ? അതെ, ഒന്ന് നിക്കോ.